പ്രിയമുള്ള ദൈവദാസ, എനിക്ക് മിക്കയിടങ്ങളിൽ ഒരു വേദിയേ ഉള്ളൂ. രണ്ടാമതാരും എന്നെ വിളിക്കാറില്ല. ചിലപ്പം ഇടയ്ക്ക് വെച്ച് പാസ്റ്റർമാർ ഇരിക്കാൻ പറയും, പ്രസംഗം തീർക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ സങ്കടകരമായ അവസ്ഥയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്തിനും റെഡിയാണ്. മിക്കവാറും പെന്തക്കോസ്തുകാർ എന്നെ തല്ലിക്കൊല്ലുന്ന ലക്ഷണമാണ് ഞാൻ കാണുന്നത്. കാര്യം ഇതിനകത്തെ അഴുക്ക്, ഇതിനകത്തെ അശുദ്ധി അത്രമാത്രം ദുർഗന്ധം വമിക്കുന്നത് പോലെ പാപം പെരുകിയിരിക്കുന്ന ഒരു ലോകമായത്. ഇത് ക്ലബ്ബുകളാണ്. ഞാൻ AG ക്ലബിൻ്റെ ഭാഗമാണ്. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ സകല പാപവും ചെയ്ത് ഞായറാഴ്ച വന്ന് 10 മിനിറ്റ് സ്തോത്രവും ഹല്ലേലൂയയും 4 അന്യഭാഷയും പറഞ്ഞാൽ ഇറങ്ങുന്ന സ്വർഗമല്ല എൻ്റെ സ്വർഗം. അതെ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കവിയൂരിനടുത്ത് കണിയാമ്പാറ എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനെ കാണാനായിട്ട് വന്നതാണ്. സാറിനെക്കുറിച്ച് പറയുമ്പോൾ 15 വർഷത്തോളം CSI സഭയിലെ ഒരു വൈദികനായിരിക്കുകയും എന്നാൽ പ്രത്യേകമായ ദൈവിക ഇടപെടൽ മൂലം താൻ ആ പൗരോഹിത്യ ശുശ്രൂഷ ഉപേക്ഷിച്ച് ഇപ്പോൾ ഒരു സഞ്ചാര സുവിശേഷകനായി പ്രവർത്തിക്കുന്നു. ഇന്ന് നമുക്ക് ഈ ബഹുമാനപ്പെട്ട ബ്രദറിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. ബ്രദറെ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. അച്ഛൻ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സജി K. ചെറിയാൻ എന്നാണ്. ഞാൻ ഒരു വൈദികൻ്റെ മകനായിട്ട് വളർത്തപ്പെട്ടു. എൻ്റെ പിതാവ് ദീർഘവർഷങ്ങളിൽ സെമിനാരികളിൽ പഠിപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തുള്ള കണ്ണമുല സെമിനാരിയിലും പിന്നീട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് നമ്മുടെ മണക്കാല ഫെയ്ത്ത് ബൈബിൾ കോളേജിലും മാസ്റ്റേഴ്സ് MDH പഠിപ്പിക്കുന്ന വൈദികനായിരുന്നു. 2003 അദ്ദേഹം കർത്താവിൽ സന്നിധിയിൽ ചേർക്കപ്പെട്ടത്. വീട്ടിൽ ആരൊക്കെയുണ്ട് സാർ? എനിക്ക് ദൈവം, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട് ആലീസൺ ചെറിയാൻ. എനിക്ക് 2 മക്കളുണ്ട്, ജുബിൻ ചെറിയാനും ജോഷുവ ടോം ചെറിയാനും. അച്ഛൻ ഈ CSI ചർച്ചിലായിരുന്നല്ലോ, എന്താണ് അവിടുന്ന് ആ പൗരോഹിത്യ ശുശ്രൂഷ വേണ്ടെന്ന് വെച്ച് ഒരു സഞ്ചാര ശുശ്രൂഷകനായി, ഒരു പൊതു ശുശ്രൂഷകനായി തീരാനുള്ള കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം, ഞാൻ പൗരോഹിത്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വചനത്തിൻ്റെ സത്യങ്ങൾ അറിഞ്ഞിരുന്നു. ഞാൻ 18-ാം വയസ്സിൽ ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അത് 84-ലായിരുന്നു. 87 തിരുവചന സത്യങ്ങളെ വേദപുസ്തക പഠനത്തിലൂടെ ഞാൻ ഏൽത്ത സ്നാനം, ശിശുസ്നാനം ശരി അതിന് തെളിയിക്കത്തക്കവണ്ണമുള്ള വേദപുസ്തക അടിസ്ഥാനമില്ലാഞ്ഞതുകൊണ്ട് വിശ്വസിച്ച് സ്നാനമേക്കുവാനാണ് തിരുവചനം പറയുന്നത് കൊണ്ട് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ 87-ാം ആണ്ടിൽ ബഹുമാനപ്പെട്ട KC ജോൺ പാസ്റ്ററിൻ്റെ കൈക്കീഴ് നെടുമ്പുറത്ത് പോയി ഞാൻ വിശ്വാസ സ്നാനമേറ്റു. അതായത് അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ. എന്നാൽ ഞാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് പെന്തിക്കോസ് പ്രസ്ഥാനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ ശക്തമായിട്ട് പെന്തിക്കോസിന് വിരുദ്ധമായിട്ട് എൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ അവരെ വളരെ ശക്തമായിട്ട് വിമർശിച്ചിരുന്നു. കാരണം അത് പച്ചയായ അനേക പെന്തിക്കോസ്ത് ആളുകൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അവരെ ജീവിതവും സാക്ഷ്യമില്ലായ്മയും കണ്ടുകൊണ്ട് തന്നെയാണ് ശക്തമായി വിമർശിച്ചത്. അപ്പോൾ ഈ അച്ഛൻ ഈ CSIയിലെ ഒരു വൈദികനാകാനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു? മാതാപിതാക്കളുടെ സമ്മർദ്ദമാണോ? ഇല്ല, മാതാപിതാക്കളുടെ സമ്മർദ്ദമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചപ്പോൾ എനിക്ക് ആഴമേറിയ വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയോട് താല്പര്യം ദൈവം തന്നു. സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ വടക്കേ ഇന്ത്യയിലെ വിളഞ്ഞു കിടക്കുന്ന വയലുകൾ എന്നെ പല രാത്രികളിൽ ഞാൻ കാണാൻ തുടങ്ങി. എന്നാൽ ആ കാലഘട്ടത്തിൽ ഞാൻ +2 ഒക്കെ കഴിഞ്ഞ, പ്രീ ഡിഗ്രി എല്ലാം കഴിഞ്ഞ സമയമാണ്. അപ്പോൾ എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് വടക്കേ ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യണം. അപ്പോൾ എൻ്റെ പിതാവ് ഒരു വൈദിക കോളേജിലെ
അധ്യാപകനായതുകൊണ്ട് പിതാവ് പറഞ്ഞു, മോനെ നീ ക്വാളിഫൈ ചെയ്യണം, നീ ഗ്രാജുവേഷൻ ചെയ്യണം, നിൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് നീ തിയോളജിക്കൽ സ്റ്റഡീസിന് പോകണം. അങ്ങനെ വൈദിക വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് എന്നിട്ട് നിനക്ക് തരുന്ന നിയോഗം അനുസരിച്ച് നിനക്ക് വടക്കേന്ത്യയിൽ പോകണമെങ്കിൽ അങ്ങനെ പോകാം എന്നൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ പിതാവ് ഉപദേശിച്ചു. എന്നാൽ ഞാൻ CSIയിലെ ഒരു പട്ടക്കാരൻ്റെ മകനായതുകൊണ്ട് എന്നെ സഭ അവർ ഇൻ്റർവ്യൂ ചെയ്ത് അവരെന്നെ സഭയുടെ പ്രതിനിധിയായിട്ട് കാൻഡിഡേറ്റായിട്ട് എന്നെ വൈദിക വിദ്യാഭ്യാസത്തിന് ബംഗാരപ്പെട്ടുള്ള സെമിനാരിൽ പഠിക്കാൻ വിട്ടു. അവിടുത്തെ 3 വർഷത്തെ പഠനശേഷം എന്നെ ചെമ്മാച്ചനായിട്ട് എന്നെ ദിയോക്കൻ പട്ടം തന്നു. അത് കഴിഞ്ഞ് 1 വർഷത്തെ എൻ്റെ കാലഘട്ടം ശേഷം എന്നെ പ്രസ്ബിറ്ററായിട്ട്, അതായത് മുഴുപട്ടം തന്ന് എന്നെ ഇടവക ചുമതലകാര്യാദികളിൽ എന്നെ എൻ്റെ സഭ നിയോഗിച്ചു. അങ്ങനെ 5 വർഷങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും വിദേശത്ത് ഹൂസ്റ്റൺ ടെക്സസിലും ഞാനൊരു അച്ഛനായിരുന്നു. അങ്ങനെ 15 വർഷം CSI സഭയിലൊരു അച്ഛനായിട്ട് പുരോഹിതനായിട്ട് ഞാൻ എൻ്റെ ദൗത്യം ചെയ്തു. എന്നാൽ ഞാൻ അസ്വസ്ഥനായിരുന്നു. ഞാൻ അറിഞ്ഞ സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്, വിശേഷാൽ ഞാൻ വൈദികനാകുമ്പോൾ ന്യായമായിട്ട് വചനത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യണം. ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. കാര്യം ഞാൻ വിശ്വാസ സ്നാനമേറ്റു, ഞാൻ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്നത് എൻ്റെ സഭയുടെ പഠിപ്പീരും ഉപദേശമായതുകൊണ്ട് അതൊക്കെ ചെയ്തേ പറ്റൂ. കഴിയുമെങ്കിൽ വല്യച്ഛന്മാരും മറ്റു കൂടെ സഹപട്ടക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ആ ദൗത്യം ചെയ്യിക്കും. ചില സമയങ്ങളിൽ ആരും കാണത്തില്ല, ഞാൻ തന്നെ എൻ്റെ ഇടവകയിൽ എൻ്റെ ആ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തേണ്ടി വരും. അതായത് അച്ഛൻ പോയി മുഴുവൻ സ്നാനം ഏൽക്കുകയും എന്നാൽ അച്ഛൻ ശിശുസ്നാനം കൊടുക്കുകയും ചെയ്തപ്പോൾ മനസ്സിന് വലിയ കുറ്റബോധം. കാര്യം ഞാൻ അറിഞ്ഞ സത്യത്തിന് വിരുദ്ധമായ കാര്യമായി ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയ സങ്കടമുള്ളത്, നമ്മുടെ ആളുകൾ നല്ല ശതമാനവും ജഡികരാണ്. അവരെല്ലാവിധ പാപസ്വഭാവത്തിനും മദ്യപാനത്തിനും മറ്റ് പുകയില, മുറുക്കാന്, തമ്പാക്ക്, ഇങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളിലും ശരീരത്തെ ദൈവത്തിൻ്റെ മന്ദിരമായിട്ടൊന്നും അവർ കരുതുന്നില്ല. അവരെല്ലാ ദുശീലങ്ങൾക്കും അടിമയാണ്. അവർ ക്രമമായിട്ട് ആരാധനയ്ക്ക് വരും. അത് കൊച്ചുനാളിൽ അവരെ പഠിപ്പിച്ച ശീലമായതുകൊണ്ട് ഞായറാഴ്ചകൾ അവർ പള്ളിയിൽ വരും. സൺഡേ സ്കൂളും അങ്ങനെയൊക്കെ അവർ വളർന്നു വലുതാകുമ്പോഴും ഞായറാഴ്ച അവർ പള്ളിയിൽ വരുന്നൊരു ശീലമായിട്ട് മാറി. അങ്ങനെ വരുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതിനകത്ത് പരമാർത്ഥമായി നല്ല മനുഷ്യരും ഉണ്ട്, ഇല്ലെന്നല്ല. വചനത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, നല്ല ഭക്തിയോട് ജീവിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അത് ഒരു ചുരുങ്ങിയ അളവിലേ ഉള്ളൂ. അല്ലാതെ ഒരു ചർച്ച് ഗോയിങ് ആയിട്ടുള്ളതായ, അതിപ്പം പെന്തക്കോസ്തിലും ഇതൊക്കെ തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പാരമ്പര്യമായിട്ട് ആ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അവരും പെന്തക്കോസ്തിൽ വരുന്നു. അവരും അതിൻ്റെ ചടങ്ങ് വയസ്സ് 10-15 വയസ്സാകുമ്പോൾ അവരെ വലിയ ആൾക്കാരമായിട്ടും സ്നാനപ്പെടുത്തും. അവർ വന്നിങ്ങനെ ജഡീകരായിട്ട് ജീവിക്കുക. അല്ലാതെ ഒരു മാനസാന്തരം ഒന്നും കാണുന്നില്ല. അങ്ങനെ ആയിരുന്നു എന്നേ നന്നായിനെ. അതെ. അപ്പോൾ ഇപ്പം ധൈര്യമായിട്ട് നമുക്കൊരു വിശ്വാസിയെ പെന്തക്കോസ്തിൽ കൊണ്ട് ചേർക്കാൻ പറ്റത്തില്ല. കാര്യം സാക്ഷ്യമില്ലാതായിപ്പോയി. ഏത് സഭ നോക്കിയാലും എൻ്റെ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി കസാര കളികളും എല്ലാ പൊളിറ്റിക്സും എല്ലാ ഗ്രൂപ്പിസവും എല്ലാ തെരഞ്ഞെടുപ്പ്, വോട്ട് പിടുത്ത, ഗുണ്ടായസം, മാഫിയ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ മറ്റ് മെയിൻ ലൈൻ ചർച്ചസിനെക്കാട്ടും അതിൻ്റെ മെയിൻ ലൈൻ ചർച്ചസ് മോശമൊന്നുമല്ല. ഞങ്ങളുടെ മെത്രന്മാരൊക്കെ മെത്രാനാകുന്നത് കോടികൾ അവരെറിയണ്ട, അവൻ്റെ പുറകിൽ എറിയാൻ ആൾക്കാരുണ്ട്. ഒരു മെത്രാനാണെങ്കിൽ 2 കോറ 2 CR അല്ലെങ്കിൽ 3 CR ഒക്കെയാണ് അവിടെ റേറ്റ്. എന്ന് പറഞ്ഞ പോലെ സ്ഥാനത്ത് വരണമെങ്കിൽ അവർ അതിൻ്റെ പുറകിൽ കളിക്കാൻ വലിയൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ അവർ പറയുന്നതെല്ലാം ഈ മെത്രാനാകുന്ന ആൾ ചെയ്യേണ്ടി വരും. കാര്യം ഞങ്ങൾക്ക് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. അവിടുത്തെ അഡ്മിഷനൊക്കെ ഓരോ അഡ്മിഷനും 5 ലക്ഷം 10 ലക്ഷം ഒക്കെയാണ് അവർ വാങ്ങിക്കുന്നത്. അതിനകത്ത് അതിൻ്റെ ആളുകൾ അത് കൈയിട്ട് അവരത് പങ്കുവെക്കും. അങ്ങനെ ഒരു കച്ചവടം നടക്കുന്ന സ്ഥലമായിട്ട് സഭയൊക്കെ. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ ആലയം സകല ജാതിക്കും പ്രാർത്ഥനാലയം, അത് നിങ്ങളുടെ കള്ളന്മാരുടെ ഗുഹയാക്കി. ഈ കള്ളന്മാരുടെ ഗുഹയാണ് ഇന്ന് എല്ലാ സഭകളും. അത് മെയിൻ ലൈൻ ചർച്ചസും കണക്ക്, പെന്തിക്കോസ് സഭകളും അങ്ങനെ തന്നെ. ഇപ്പോൾ അച്ഛൻ ഈ കുപ്പായമൊക്കെ ഊരി CSI സഭയിൽ നിന്ന് മാറിയപ്പോൾ
ഉണ്ടായ വലിയ പ്രതിഷേധം ഉണ്ടായില്ലേ വീടുകളിൽ, സ്വന്തം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ മാതാവിൻ്റെ വീട്ടുകാരെല്ലാം മർത്തോമാക്കാരാണ്. എൻ്റെ പിതാവിൻ്റെ വീടുകളിലും CSIക്കാരാണ്. അവർക്ക് വലിയ സങ്കടം. അവരിൽ ഒരാളായ അവരുടെ കുടുംബത്തിൽ അഭിമാനമായിരുന്ന ഒരു വൈദികനായി ഞാനും വൈദികനായപ്പോൾ അവർക്ക് കഴിയാത്തത് ഞാൻ ചെയ്തപ്പം അവരെ സംബന്ധിച്ച് അവർ വലിയ സന്തോഷത്തോടെയാണ് എന്നെ ഉൾക്കൊണ്ടത്. എൻ്റെ മാതാവിൻ്റെ വീട്ടിലായാലും ഒക്കെ അവരുടെ സന്തോഷമായിരുന്നു. അവർക്ക് വലിയ സങ്കടമായിപ്പോൾ ഞാൻ കുപ്പായൊക്കെ ഊരി പെന്തിക്കോസ്തിൽ വന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ എന്ത് പ്രതികൂലമുണ്ടെങ്കിലും അതിൽ നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അതിനുശേഷം ഈ കുപ്പായൊക്കെ ഊരി ഈ പെന്തക്കോസ്റ്റൽ സഭയിൽ വന്നതിന് ശേഷം പിന്നീട് ഏതൊക്കെ മേഖലകളിലാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത്? ഞാൻ വന്ന് 2006 ഞാൻ വേർപെട്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൽ ഞാൻ വന്നത്. അങ്ങനെ അസംബ്ലീസ് ഓഫ് ഗോഡ് ജനറൽ കൺവെൻഷനിൽ എൻ്റെ സൂപ്രണ്ടൻ്റ് അന്ന് TJ സോമൽ സാറാണ്. അദ്ദേഹം എന്നെ പരസ്യമായിട്ട് ആ കൺവെൻഷൻ വേദിയിൽ എന്നെ പരിചയപ്പെടുത്തി. ഇത് നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് സജി അച്ഛൻ എന്ന് പറഞ്ഞ CSI വൈദികന ഇനി മുതൽ നമ്മുടെ അംഗമാണ്. ഇദ്ദേഹത്തെ നിങ്ങളുടെ ചർച്ചകളിൽ വിളിക്കണം, വേദികൾ കൊടുക്കണം എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഒരു 4-5 വർഷം എനിക്ക് കൺവെൻഷനുകളിൽ ഒരു ദിവസം എനിക്ക് വേദി തരുമായിരുന്നു. അങ്ങനെ കേരളത്തിലുടനീളവും വടക്കേന്ത്യയിലും ഒക്കെ എനിക്ക് യേശുവിൻ്റെ വചനവുമായിട്ട് പോകാൻ അവസരം കിട്ടി. ഒരു 5 വർഷത്തിൻ്റെ കാലഘട്ടം വിശ്രമമില്ലാത്ത യാത്രകളായിരുന്നു. അച്ഛൻ്റെ പ്രധാനപ്പെട്ട ഒരു ടാലൻ്റ് എന്താണ്? പ്രസംഗമാണോ അതോ മറ്റേ രോഗശാന്തി ശുശ്രൂഷ, അതുപോലെ എന്താണ് ദൈവം തന്നിരിക്കുന്ന ഒരു ടാലൻ്റ്? കൃപയാൽ ദൈവം എനിക്ക് കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. അത് ഞാൻ വൈദികനാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ ഉപവാസത്തോട് പ്രാർത്ഥനയോടൊക്കെ സമർപ്പണത്തോട് ദൈവത്തിൻ്റെ ശക്തിയോട് ഉപയോഗിക്കപ്പെടണം എന്ന് തിരുവചനം വായിച്ചപ്പോൾ അതിശയങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികൾ കർത്താവിൻ്റെ ശിഷ്യന്മാരും ചെയ്തതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നത് കൊണ്ട് അങ്ങനെയുള്ള സകല കൃപാവരങ്ങളും കുറവില്ലാത്തതായി ദൈവശക്തിയോടെ വചനത്തെ ഉറപ്പിക്കത്തക്കവണ്ണം അങ്ങനെയുള്ള കൃപാവരങ്ങളിൽ ദൈവം എന്നെ ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും കൃപാവരങ്ങളിൽ കുറവൊന്നുമില്ല. പ്രവചനവരം തന്നിട്ടുണ്ട്, രോഗശാന്തി വരം തന്നിട്ടുണ്ട്, മിറക്കിൾസ് ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ കാണുന്നുണ്ട്. ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു. നോർത്ത് ഇന്ത്യൻ യാത്രയിൽ അച്ഛൻ്റെ കാലിന് ഒരു ക്ഷതം സംഭവിച്ചു. എന്താണ് ആ കാര്യം? അത് പ്രിയമുള്ള ദേവദാസ, ഞാൻ വളരെ നാളത്തെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ ഭാരതം മുഴുവൻ പോകാൻ. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഞാൻ 17 വർഷമായി വിശ്വാസ ജീവിതത്തിലായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് പലവട്ടം വാഹനമോടിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങൾ പല ടീമിൻ്റെ കൂടെ പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എന്നാൽ അറ്റ് സ്ട്രെച്ച് ഇന്ത്യ മുഴുവൻ 28 സ്റ്റേറ്റുകളും 8 ടെറിട്ടറികളും കവർ ചെയ്യുന്നൊരു യാത്രയ്ക്ക് ഒരു ടീം പോയപ്പോൾ ദൈവകൃപയാൽ എനിക്കും അവിടെ ഒരു സ്ഥാനം കിട്ടി. അതായത് 2022 ഞങ്ങൾ ഓൾ ഇന്ത്യ പ്രെയറിന് പോയി. ഞങ്ങൾ 4 പേരടങ്ങുന്നു. അത് റാന്നിയിൽ നിന്ന് ഞങ്ങൾ ആരംഭിച്ചു. ഞങ്ങളെ പ്രാർത്ഥിച്ചയക്കാൻ റാന്നിയിലെ പ്രമുഖരായ കർത്താവിൻ്റെ ദാസന്മാർ, പ്രിൻസ് പാസ്റ്ററും റോയി പാസ്റ്ററും അങ്ങനെ ഒരു കൂട്ടം ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഞങ്ങളെ പ്രാർത്ഥിച്ചയച്ചത്. അങ്ങനെ ഏതാണ്ട് ഞാൻ ഒരു മാസത്തിലധികം കാലഘട്ടങ്ങൾ ഞാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകാൻ പറ്റി. എന്നാൽ അരുണാചലിൽ വെച്ച് എൻ്റെ കാലയിൽ ഒരു തുരുമ്പ് പിടിച്ച് ആണി കയറി. എനിക്ക് ഡയബറ്റീസ് ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ആണി കയറുന്നൊന്നും അറിഞ്ഞില്ല. ചില മണിക്കൂറുകൾ കഴിഞ്ഞ് അറിയുന്നത്. യാദർശ്യമാണ് ഞാൻ കല്ലെങ്കിലും തൊട്ടപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ ഉടക്കി. ഞാനത് പറിച്ചു നോക്കിയപ്പോൾ ഒരു തുരുമ്പ് പിടിച്ച ആണി, 1.5 ഇഞ്ചിൻ്റെ ആണിയാണ് എൻ്റെ കാലിൽ കൊണ്ടത്. ഞാൻ പെട്ടെന്ന് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റൽ തപ്പി യാത്രയാണ്. ഞങ്ങൾ നാഗാലാൻഡിൽ വന്നപ്പോൾ ഒരു ഹോസ്പിറ്റൽ കണ്ടു. അവിടെ കാഷ്വാലിറ്റിയിൽ ചെന്നപ്പോൾ അവിടെ 4-5 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്നെ അവർ നോക്കിയപ്പോൾ എൻ്റെ കാല് ഇൻഫെക്റ്റഡായി. അപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ 400 അവർ പറഞ്ഞു നിങ്ങളിവിടെ അഡ്മിറ്റ് ആകണം, ചെറിയൊരു മൈനർ സർജറി ചെയ്തിട്ട് 7 ദിവസം നിങ്ങളിവിടെ കിടക്കണം, നിങ്ങൾക്ക് ഇൻഫെക്ഷന് എതിരായ ഇഞ്ചക്ഷൻസും മെഡിസിൻസും തരണം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ 7 ദിവസം കിടക്കാൻ പറ്റത്തില്ല, ഞങ്ങളൊരു യാത്രയിലാണ്, ദീർഘയാത്രയിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മരുന്നോ ആൻറ്റിബയോട്ടിക്സോ ഇഞ്ചക്ഷനൊക്കെ ഇപ്പോൾ തന്നാട്ട് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെയുള്ള സഹയാത്രികർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് നിർവാഹമില്ലാതെയായി. ഞാനും അതിന് കീഴ്പ്പെടേണ്ടത് വന്നു.
മാത്രമല്ല ചെറിയൊരു ആണി കൊണ്ടാൽ അത് വലിയ ഭവിഷ്യത്തിലേക്ക് വരുമെന്നൊന്നും ചിന്തിച്ചുമില്ല. കാരണം ഷുഗർ ഉള്ളതുകൊണ്ട് അവർ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് കുഴപ്പമാകും, നിങ്ങൾക്ക് ഹൈ ഷുഗർ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് നിങ്ങളുടെ കാൽ ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ടി വരുമെന്നെല്ലാം അവർ പറഞ്ഞു. പക്ഷേ അത് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. എന്നാൽ ഞങ്ങൾ അവിടുന്ന് മണിപ്പൂർ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ താമസിച്ച കർത്താവിൻ്റെ ദാസൻ്റെ പ്രിയപ്പെട്ടവൾ ഒരു നേഴ്സ് ആയിരുന്നു. ദീർഘവർഷങ്ങൾ മിഡിൽ ഈസ്റ്റിലൊക്കെ വേല ചെയ്തൊരു ആൻറ്റി ആയിരുന്നു. ആൻറ്റി എൻ്റെ കാലിൻ്റെ അവസ്ഥ കണ്ട് അന്നും എനിക്ക് ഷുഗർ 410 420 ഉണ്ട്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഇനി അച്ഛനെ കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യല്ലേ, എത്രയും പെട്ടെന്ന് അച്ഛനെ നാട്ടിൽ വിടണം. ഏതാണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ ആ പ്രിയപ്പെട്ടവർ എന്നെ ഇംഫാലിൽ നിന്നൊരു പ്ലെയിനിൽ ഡൽഹിക്ക് വിട്ടു. ഡൽഹിയിൽ നിന്ന് ഞാൻ കൊച്ചി വന്നു. എൻ്റെ മക്കൾ വന്ന് എന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് സ്വീകരിച്ചു. അടുത്ത ദിവസം ബിലീവേഴ്സിൽ അഡ്മിറ്റായി. അങ്ങനെ ആ സിറ്റുവേഷൻ, ആ ബിലീവേഴ്സിൽ അഡ്മിറ്റായപ്പോൾ തന്നെ എൻ്റെ കാല് വല്ലാത്ത അവസ്ഥയിലായി. എൻ്റെ കാലിൻ്റെ പകുതി വെച്ച് അവർ മുറിച്ചു മാറ്റി. അതെല്ലാം ഡ്രെയിൻ ചെയ്ത് അതിനകത്തുള്ള പഴുപ്പും കാര്യങ്ങളെല്ലാം കളഞ്ഞു. പക്ഷേ എൻ്റെ ഇൻഫെക്ഷൻ നിൽക്കാതെ വന്നപ്പോൾ എനിക്ക് വലിയ പ്രയാസമായി. എൻ്റെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ എല്ലാം ബാധിച്ചു. 2 ഹാർട്ട് അറ്റാക്ക് എനിക്ക് വന്നു. എൻ്റെ ലങ്സ് എല്ലാം ഫ്ലൂയിഡ് കൊണ്ട് ഫോം ചെയ്തു. ലിവർ അഫക്റ്റഡായി. ഹാർട്ട് റേറ്റ് 46 വരെ താണു. ഡോക്ടേഴ്സ് പറഞ്ഞു സർവൈവ് ചെയ്യത്തില്ല, മരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം എനിക്ക് വീണ്ടും ഒരു അവസരം കൂടെ തന്നിരിക്കുക. കൃപയാൽ എനിക്ക് ഇപ്പോൾ ഒരു പ്രോസ്തറ്റിക്സ്, ഒരു വെപ്പുകാലൊക്കെ ദൈവം തന്നു. അതുകൊണ്ട് കൃപയാൽ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്നു, നടക്കാൻ പറ്റുന്നു, 1 മണിക്കൂർ 1.5 മണിക്കൂർ നിന്ന് പ്രസംഗിക്കാൻ പറ്റുന്നുണ്ട്. പഴയതിനേക്കാളും ആക്റ്റീവായിട്ട് ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഏതൊക്കെ മേഖലകളിലാണ് അച്ഛൻ പ്രവർത്തിക്കുന്നത്? ഞാൻ എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ച് തന്നതുകൊണ്ട് ഞാൻ കഴിയുന്നതും അടങ്ങിയിരിക്കുന്നില്ല. സുവിശേഷം ഏതൊക്കെ രീതിയിൽ, ഒരുപക്ഷെ ആളാമ്പ്രതി ആയിരിക്കാം, പരസ്യയോഗത്തിലൂടെ ആയിരിക്കാം, ഞാൻ പല ടീമുമായിട്ട് പല പ്രാർത്ഥനയിൽ ഇരിക്കുന്ന ഭക്തന്മാരുണ്ട്. അവരുടെ കൂടെ എല്ലാ ആഴ്ചകളിലും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഒരു കൂട്ടം ദൈവത്തിൻ്റെ ഭക്തന്മാർ അവിടെ ഇവിടെങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തന്നെ നിരന്തരം കൂട്ടായ്മ കൊടുക്കുന്ന ചില ഭവനങ്ങൾ കേരളത്തിൻ്റെ ഉടനീള ഭാഗങ്ങളിലുണ്ട്. അവർക്ക് നിരന്തരമായിട്ട് ഞാൻ കൂട്ടായ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇനി എന്താണ് അച്ഛൻ്റെ ഒരു ഭാവി പരിപാടികൾ? ഭാവി പരിപാടി, ഞാൻ കർത്താവ് തരുന്ന ആയുസ് മുഴുവനും അവസാന നിമിഷം വരെ കർത്താവിൻ്റെ വയലിലായിരിക്കണം, കർത്താവിൻ്റെ വേലയിലായിരിക്കണം. ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം, പ്രാപ്തിക്കൊത്തവണ്ണം ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് എന്നെ ഈ ഭൂമിയിലാക്കിയത്, ആ ഉദ്ദേശം നിറവേറ്റുവാൻ ഞാൻ ആഴമായിട്ട് സമർപ്പിച്ച് തമ്പുരാൻ്റെ ഇഷ്ടപ്രകാരം എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ആത്മീയ ഗോളം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളുടെയൊക്കെ ഒരു വലിയ വളർച്ച വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു 10-20 വർഷം മുമ്പുള്ള ഒരു ആത്മീയ തീഷ്ണത ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്നില്ല. അതിനെക്കുറിച്ച് എന്താണ്, അതിൻ്റെ കാരണം എന്താണ് അതിന് അച്ഛന് മനസ്സിലായിട്ടുള്ളത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. 90% ഇന്ന് കാണുന്ന ന്യൂ ജനറേഷൻ ചർച്ചുകൾ വേറൊരു യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്, വേറൊരു സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കും, വീര്യപ്രവൃത്തിയും പ്രവചനം നടക്കും, വലിയ ആളുകൾ ഇടിച്ചു കയറും. ഈ ക്രൗഡ് വളരെ 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 കൃപയാൽ ഞാൻ കഴിയുന്നിടത്തോളം ന്യൂ ജനറേഷൻ ചർച്ചുകളിൽ പോകാറില്ല. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ദൈവം തന്ന പരിശുദ്ധാത്മാവിന് ദുഃഖം തരുന്ന അനുഭവങ്ങളാണ്. ചില അനുഭവങ്ങൾ എനിക്കുണ്ട്. അറിയാതെ അല്ലെങ്കിൽ വല്ലാതെ ഞാൻ അറിയാതെ ഞാൻ അങ്ങനെയുള്ള ചില കൂട്ടങ്ങളിൽ പോയിട്ടുണ്ട്. കാര്യം ഞാൻ വ്യക്തമായിട്ട് ആ വ്യക്തിയെ എനിക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട്. അവർ വരുന്ന വേദികളിൽ ഞാനും വലിയ പ്രവാചകനാണ്, വലിയ ദൈവത്തിൻ്റെ ദാസനാണ്, വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു ആകാംക്ഷയിൽ അതെന്താണെന്ന് കാണാനുള്ള ആകാംക്ഷയോട് പോകാറുണ്ട്.
അത്ഭുതങ്ങൾ എല്ലായിടങ്ങളിലും നടക്കാറുണ്ട്. അതിപ്പം ക്രൈസ്തവ മണ്ഡലങ്ങളിൽ മാത്രമല്ല, മറ്റു ഇതര മതങ്ങളിലും അത്ഭുതങ്ങൾ നടക്കും, അന്യഭാഷ നടക്കും, പ്രവചനം നടക്കും, ഇതെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്. അത് നമ്മുടെ ക്രിസ്തീയ ഗോളത്തിലും അതിൻ്റെ ശക്തമായ ഒരു പ്രവാഹം. കാര്യം പെട്ടെന്ന് ഇന്ന് 90% വിശ്വാസികളുടെയും താല്പര്യം അവരവരുടെ കാര്യം നേടുക, അവനവനസമാണ്. മനുഷ്യൻ സ്വസ്നേഹികളായി തീർന്നു. തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ അടുത്ത് വരുന്നത്. അല്ല, ദൈവരാജ്യമായിട്ട് അവർക്ക് വിഷയങ്ങളില്ല. ദൈവരാജ്യ വിഷയമായിട്ട് ഒരു സമ്പന്നനാകാൻ ഇഷ്ടമില്ല. തിരുവചന പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അവർക്ക് സന്തോഷം നൽകുന്ന ദൂതുകൾ അവർക്ക് കേൾക്കണം. നിന്നെ തലയാക്കും, വാലാക്കും, നിന്നെ ഞാൻ കാണും, നിൻ്റെ തലമുറയെ ഞാൻ മഞ്ഞുമലയിൽ കാണുന്നു, യൂറോപ്പിൽ കാണുന്നു, അല്ലെങ്കിൽ കാനഡയിൽ കാണുന്നു, USA കാണുന്നു. ഇന്ന് എത്ര മാതാക്കളും പിതാക്കളും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ തലമുറയെ ഒന്നിനെയെങ്കിലും സുവിശേഷ വേലയ്ക്ക് നീ വിളിക്കണമേ എന്ന്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഈ മഹനീയമായ ശുശ്രൂഷയിൽ അവർ പങ്കാളിയാണ്. എൻ്റെ കുഞ്ഞ് അതിന് ചുമട് കൊടുക്കുന്ന ഒരാളായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന, കൊതിക്കുന്ന എത്ര അപ്പനും അമ്മയുണ്ട്. ഇത് വലിയ സങ്കടം നൽകുന്നു. എന്നെ ദൈവം ഇപ്പോൾ ഫലമേൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ കാണുന്നത് ചർച്ച് യൂണിവേഴ്സൽ എന്നതായ ദർശനമാണ്. അതായത് പെന്തിക്കോസ് എന്നോ എക്യുമെനിക്കൽ എപ്പിസ്കോപ്പൽ ചർച്ചസ് എന്നോ കർത്താവിൻ്റെ നാമം വിളിക്കപ്പെട്ടിരുന്ന എല്ലാ ഇടങ്ങളിലെയും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ചങ്കലെ ചോരയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പും അവരെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുന്നതായ ആ ശുശ്രൂഷയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എന്നെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ തുടക്കം മുതൽ ശുദ്ധീകരണമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. കാര്യം നാം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ ഇരിക്കുന്നവൻ്റെ വേല ചെയ്യുന്നവന്, അഗ്നിജ്വാലക്കൊത്തുള്ളവൻ, സകല അന്തര്യേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ പിതാവ്. ആ ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് കിട്ടിയാൽ ഭയത്തോട് വിറയലോട് നമ്മുടെ പ്രവാസകാലം കഴിക്കുവാനാണ് ഓരോ ദൈവത്തിൻ്റെ മക്കളും പരിശ്രമിക്കേണ്ടത്. അതാണ് അവൻ്റെ പ്രാർത്ഥന. ഒരു വിശുദ്ധ ജീവിതം നയിക്കണം, ഒരു ചിട്ടയുള്ള ജീവിതം നയിക്കണം. ഡിസൈപ്പിൾ, ശിഷ്യനാകാനാണ് യേശു വിളിക്കുന്നത്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡിസൈപ്പിൾ. ഡിസൈപ്പിളിൻ്റെ പ്രഥമ ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ, ചിട്ടയുള്ള ജീവിതം, അച്ചടക്കമുള്ള ജീവിതം. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അച്ചടക്കമുണ്ടായിരിക്കണം. അവൻ്റെ സമയം, അവൻ്റെ താലന്തുകൾ, അവന് കൊടുക്കുന്ന നന്മകളിൽ എല്ലാം ചിട്ടയുണ്ട്. അവൻ്റെ ശുശ്രൂഷയിൽ ചിട്ടയുണ്ടായിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് അപമാനം വരുന്നത്, തമ്പുരാന് ദോഷം വരുന്നൊരു കാര്യത്തിൽ നമ്മൾ വ്യാപൃതനായി തീരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തോട് അച്ഛന് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഞാൻ ആഴമായിട്ട് പറയുന്നത്. ഈ പാസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, എന്നിട്ട് അമേരിക്കയിലോ കാനഡയിലോ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോവുക, അവിടെ വീട് വാങ്ങിക്കുക, അവിടെ താമസിക്കുക. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ കുമ്പനാട് ഭാഗത്തോടെ എല്ലാം യാത്ര ചെയ്തപ്പോൾ മിക്ക വീടുകളുടെയും ഫ്രണ്ടിൽ ഈ വീട് വിൽപ്പനയ്ക്ക്, ഈ സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് എഴുതി വെച്ചേന്ന് കേട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും അധികമായിട്ട് വേറൊരു സ്ഥലത്തും കാണാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വീട്ടിലുള്ള ആളുകളൊക്കെ വിദേശ രാജ്യങ്ങളിൽ കുടിയേറി അവിടെ സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഉള്ള ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ആളുകളോടും അവരുടെ ശുശ്രൂഷകന്മാരോടും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളെ നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രിയമുള്ള ദേവദാസ, ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചതായ ശുശ്രൂഷ വളരെ ഗൗരവത്തോടെ എടുക്കണം. 1 തിമോഥെയോസ് 4:16 ഇങ്ങനെ വചനം എഴുതിയിരിക്കുന്നു. തിമോഥെയോസിനോട് പൗലോസ് എഴുതുമ്പോൾ, നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെ നീ സൂക്ഷിക്കാം, എന്നാൽ നിൻ്റെ കേൾവിക്കാരെ രക്ഷിക്കാൻ കഴിയും. ഇന്ന് 90% ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ ഉപദേശം പഠിപ്പിക്കും, പറയും. പക്ഷേ ആ ഉപദേശത്തിൻ്റെ 1% പോലും അവർ അനുസരിക്കുന്നില്ല, അത് സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അവരെ കേൾവിക്കാരും രക്ഷിക്കുന്നില്ല. ഒരു ചന്ത പോലെ, ഒരു ക്ലബ്ബ് പോലെ ഇന്നായി തീർന്നിരിക്കുകയാണ്. ഇതിൽ ദൈവസഭയെന്ന് പറഞ്ഞ അപ്പൻ്റെ ചങ്കാണ്. അവൻ്റെ ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്തതാണ് ദൈവത്തിൻ്റെ സഭ. അഴിഞ്ഞു പോകുന്ന വസ്തുക്കളായി പൊന്നും വെള്ളിയും കൊണ്ടല്ല
ദൈവത്തിൻ്റെ സഭയെ വിലയ്ക്ക് വാങ്ങിയത്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാൽ നമ്മുടെ രക്ഷാനായകനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള വെളിപ്പാട് നിൻ്റെ അകത്ത് കയറിയാൽ നിൻ്റെ ജീവിതം തോന്നിവാസം പോലെ ആകത്തില്ല. കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ പ്രസംഗിച്ച വചനം എൻ്റെ ന്യായവിധി ദിവസത്തിൽ തുറന്നു വെക്കും. മകനെ, നീ ഇത് പ്രസംഗിച്ചു, നിൻ്റെ ജീവിതത്തിലുണ്ടോ? നീ ഉപദേശം പഠിപ്പിച്ചു, നീ ഇത് സൂക്ഷിക്കുന്നുണ്ടോ? നിൻ്റെ ജീവിതം വിശുദ്ധി നീ പറഞ്ഞു, നിനക്ക് ഈ വിശുദ്ധി ഉണ്ടോ? വേർപാടുണ്ടോ? ചട്ടങ്ങൾ, കർത്താവിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുന്നുണ്ടോ? യോഹന്നാൻ 14:15 ഇങ്ങനൊരു വാക്യമുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പാലിക്കണം. അങ്ങനെ കൽപ്പനകളെ പാലിക്കുന്ന ഒരുവനെയാണ് പിതാവ് സ്നേഹിക്കുന്നത്. അവരുടെ മേലാണ് പരിശുദ്ധാത്മാവിനെ ദൈവം പകരുന്നത്. ഇന്ന് കാണുന്നതൊക്കെ ഫേക്കുകളാണ്, ഡ്യൂപ്ലിക്കേറ്റുകളാണ്. അതൊന്നും പരിശുദ്ധാത്മാവല്ല. അന്യാഗ്നി കത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ അത് പറഞ്ഞ് അന്യാഗ്നി കത്തിക്കുന്ന ഒരു വലിയ ജനതയാണ് നമ്മൾ പെന്തിക്കോസ്ത് കോളേജിൽ കാണുന്നത്. അത് സങ്കടകരമാണ്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ദിവസം അടുത്തു വരികയാണ്. ക്രോധാഗ്നിയിലേക്ക് നമ്മൾ വീണുപോകും. അല്ല, ഈ പെന്തക്കോസ്റ്റിൽ നിന്നുകൊണ്ട് ഇത്രയും ശക്തമായ രീതിയിൽ പെന്തക്കോസ്റ്റിൽ നടക്കുന്ന അനാചാരങ്ങളെക്കുറിച്ച്, വിശുദ്ധിയില്ലായ്മയെക്കുറിച്ച് അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അതൊരു വലിയ ഒരു മറ്റുള്ളവർക്കൊരു വലിയ ഒരു പ്രത്യാഘാതമായി തീരില്ലേ അത്? പ്രിയമുള്ള ദൈവദാസ, എനിക്ക് മിക്കയിടങ്ങളിൽ ഒരു വേദിയേ ഉള്ളൂ. രണ്ടാമതാരും എന്നെ വിളിക്കാറില്ല. ചിലപ്പം ഇടയ്ക്ക് വെച്ച് പാസ്റ്റർമാർ ഇരിക്കാൻ പറയും, പ്രസംഗം തീർക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ സങ്കടകരമായ അവസ്ഥയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്തിനും റെഡിയാണ്. മിക്കവാറും പെന്തക്കോസ്തുകാരെന്നെ തല്ലിക്കൊല്ലുന്ന ലക്ഷണമാണ് ഞാൻ കാണുന്നത്. കാര്യം ഇതിനകത്തെ അഴുക്ക്, ഇതിനകത്തെ അശുദ്ധി അത്രമാത്രം ദുർഗന്ധം വമിക്കുന്നത് പോലെ പാപം പെരുകിയിരിക്കുന്ന ഒരു ലോകമായി. ഇത് ക്ലബ്ബുകളാണ്. ഞാൻ AG ക്ലബിൻ്റെ ഭാഗമാണ്. പ്രിയമുള്ള, ഇതിനകത്തൊരു തമ്പുരാന് സങ്കടപ്പെടുക. എല്ലാ പാപ സ്വഭാവങ്ങളും ഉണ്ട്. എല്ലാ പാപം, തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ സകല പാപവും ചെയ്ത് ഞായറാഴ്ച വന്ന് 10 മിനിറ്റ് സ്തോത്രവും ഹല്ലേലൂയയും 4 അന്യഭാഷയും പറഞ്ഞാൽ ഇറങ്ങുന്ന സ്വർഗമല്ല എൻ്റെ സ്വർഗം. അതെ, കറക്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഈ പൊതുജനവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും. തീർച്ചയായിട്ടും അറിയുമല്ലോ. അതുകൊണ്ടാണ് എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നൊക്കെ പഴയതുപോലെ പെന്തക്കോസ്റ്റൽ സഭയിലേക്ക് ഒഴുക്കില്ല. തീർച്ചയായിട്ടും ധൈര്യസമേതം ഞാൻ ഒരു എപ്പിസ്കോപ്പൽ ചർച്ചിൽ നിന്ന് വിശ്വാസിയെ പെന്തക്കോസ്തി പറഞ്ഞു വിടത്തില്ല. കാര്യം അവിടെ മാതൃകയില്ല, ജീവിതമില്ല. ചുമ്മാ ആരാധന 4 അന്യഭാഷയും പറഞ്ഞ് 4 കൈകൊട്ടി 4 തുള്ളിയാലൊന്നും പരിശുദ്ധാത്മാവ് പ്രസാദിക്കും, ദൈവം പ്രസാദിക്കത്തില്ല. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നാണ് 1 കൊരിന്ത്യർ 3:16-17 6:19-20 ഒക്കെ പറഞ്ഞു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങി നിങ്ങൾ താങ്ങാക്കുള്ളവരല്ല. നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ദൈവം നശിപ്പിക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകാനാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പെന്തക്കോസ്തുകാരൻ നമ്മൾ അഭിമാനിക്കുന്നു, സമൂഹം നമ്മളെ വേറൊരു രീതിയിൽ കാണുന്നു. ഇത് നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയൊരു ദ്രോഹമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ ദഹിപ്പിക്കുന്ന അഗ്നി എന്ന ഈ പുസ്തകം എടുക്കുന്നത് സത്യവേദ പുസ്തകം എന്നാണ് പറയുന്നത്. 66 പുസ്തകവും അടങ്ങിയ വേദപുസ്തകമാണ് ഞാനും നിങ്ങളും വായിക്കുന്നതും പഠിക്കുന്നതും ധ്യാനിക്കുന്നതും പ്രസംഗിക്കുന്നതും. ഈ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നീ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കും. ഇത് കളി തീയോടാ. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചർച്ചും ഇന്നത്തെ ആരാധനകളും കൂട്ടായ്മകളും എല്ലാം ഒരു ചന്ത പോലെയായി, ഒരു ഡിസിപ്ലിനും ക്രമവും ഇല്ലാത്തതായ കൂടിവരകളായി. തമ്മിത്തല്ലും അഴക്കും ഭേദാഭേദങ്ങളും വലിയവനെയും ചെറിയവനെയും വേർതിരിക്കുന്ന രീതിയും പണമില്ലാത്തവനെ പണം ഉള്ളവനെ വേറെ തട്ടിക്കാണുന്ന ഒരു രീതിയാണ് പെന്തക്കോസ്തിൽ ഞാൻ കാണുന്നത് കൂടുതലും. അപ്പോൾ ഇങ്ങനെയുള്ളവരോട് എന്തു സന്ദേശമാണ് അച്ഛന് പറയാനായിട്ടുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. മരിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അല്ല, ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വിളിച്ചാൽ പിന്നെ വിളിക്കുകയെന്ന് പറഞ്ഞായിരുന്നല്ലോ. തീർച്ചയായിട്ടും വിളിക്കത്തില്ല. കാരണം അത് ഇങ്ങനെ ഉള്ളത് പറയുന്നുണ്ട്. ഉള്ളത് പറയുന്നത് കൊണ്ടാണ് വിളിക്കാത്തത്. സത്യം പറയുന്നുണ്ട്. ആരെങ്കിലും പറയണ്ടേ? ആരെങ്കിലും പൂച്ചയ്ക്ക് മണി കെട്ടണ്ടേ? എല്ലാവരും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി തലയാക്കും. അവർക്ക് വലിയ സ്വോത്രാഴ്ച കിട്ടണം, വേദി കിട്ടണം. എന്നാൽ തനി എല്ലാ തോന്നിവാസവും അവർ കാണിക്കുന്നുമുണ്ട്.
ഇന്നും നമ്മുടെ സഭകളിലെ പെന്തക്കോസ്ത് സഭകളിലെ നേതാക്കന്മാർ ഒരാളെ എടുത്തു പറ അങ്ങനെ പരമാർത്ഥമായ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി നിൽക്കുന്ന ഒരു ദൈവദാസനെ എടുത്ത് കാണിക്കുക. ഞാൻ 17 വർഷമാണ് ഈ ഗോളം അടുത്തറിയുന്ന ആളാ. എല്ലാ സഭയിലെ നേതാക്കന്മാർ എന്നെ സ്ഥാനപ്പെടുത്തിയ കേശവൻ സാറാ. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലും അവിടെയൊക്കെ വലിയ വിശുദ്ധന്മാർ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ജീവിതത്തിൽ അവരെല്ലാം തമ്പുരാൻ ഇഷ്ടമില്ലാത്ത കാര്യം അവിടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ അവർ ഏത് കളിയും കളിക്കും. അപ്പം ഇതെല്ലാം പണക്കൊഴുപ്പിന്റെ മുകളിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. തീർച്ചയായിട്ടും പണക്കൊഴുപ്പും സ്ഥാനവും. അവർക്ക് സ്ഥാനം വേണം. സ്ഥാനം ആ പദവിയിൽ ഇങ്ങനെ ആണെങ്കിലും 2 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് വലിയ പ്രശ്നമാണ്. വചനത്തിന്റെ പ്രമാണം മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ അനുയായികളാണ് നാം ഓരോരുത്തരും. പക്ഷെ അതിൻ്റെ അടുത്തൂടെ പോകാത്തത് വലിയ കോടികൾ 50 കോടി 60 കോടിയുടെ വലിയ സൗധങ്ങൾ പണിത് വലിയ കോടികളുടെ വാഹനം ഓടിച്ച് ആ സുഖസൗകര്യ ലക്ഷറിയിൽ ജീവിക്കുന്നതാണ് ആത്മീയ നേതൃത്വങ്ങൾ. അവർക്ക് യേശുവിൻ്റെ മനസ്സുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ സുവിശേഷം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഒരു യോഗ്യതയില്ല. ഇത് തമ്പുരാൻ അല്പം കൂടെ സമയം തരുക. ഫലമില്ലാത്തത് വെട്ടിക്കളയാതെ തമ്പുരാൻ ഇങ്ങനെ കോടാലി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. താമസിക്കാതെ വെട്ടിമാറ്റും. കൂടെ കർത്താവ് തെരഞ്ഞെടുത്ത ആൾ യൂദ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഈ എല്ലാ പെന്തക്കോസ്റ്റൽ സഭകളിലും മീറ്റിങ്ങിന് പോകാറുണ്ടല്ലോ. വിളിക്കുന്നിടത്ത് ഞാൻ പോകും. വിളിക്കുന്നിടത്ത് പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് മെച്ചമായി ഏതെങ്കിലും ഒരു സഭയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പല സഭകളുണ്ട്, IPC ഉണ്ട്, ചർച്ചകളുണ്ട്, AG ഉണ്ട്, ഷാരോനുണ്ട്. ഇതിൽ നിന്നൊരു അല്പമെങ്കിലും ആത്മീയതയുള്ള ഏതെങ്കിലും ഒരു പെന്തക്കോസ്റ്റൽ സഭകളെ കാണാൻ സാധിച്ചോ? വിരളമായിട്ട് ചില ലോക്കൽ ചർച്ചുകൾ അവിടെ ഇവിടങ്ങളിലുണ്ട്. പിന്നെ വാസ്തവമായിട്ട് അവിടെ ഇവിടങ്ങളിൽ പെന്തക്കോസ്റ്റൽ സഭകളുടെ ഹെഡ് ഓഫീസ് എല്ലാം ഒരു സാത്താന്യ സിംഹാസനമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ രീതിയും ഇലക്ഷൻ പ്രോസസ്സും അതിൻ്റെ തെരഞ്ഞെടുപ്പുകളെല്ലാം തിരുവിധമല്ലാത്ത വരിയിലൂടെ പിശാചാണ് നിയന്ത്രിക്കുന്നത്. ഞാൻ തുറന്നു പറയട്ടെ, എൻ്റെ ദേവദാസ, എൻ്റെ ചർച്ചിലെ കമ്മിറ്റി എടുക്കാൻ പോലും ഇവിടെ പ്രതിനിധികൾ വന്ന് ഇന്ന ആൾക്കാരെ എടുക്കണമെന്ന് എന്നെ എൻ്റെ ഭാര്യയും മക്കളെയും പഠിപ്പിക്കുക. ഇതാ പാനൽ. ഈ പാനലിലുള്ള ആൾക്കാർ സെക്രട്ടറി ആകണം, ട്രസ്റ്റി ആകണം, മെമ്പേഴ്സ് ആകണം. ഇത് ഗ്രാസ് റൂട്ട് ലെവൽ തന്നെ ഇതാ രീതി. പിന്നെ മേളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ കറപ്ഷനും അതിൻ്റെ രീതികളും ഒന്നുകൂടെ എല്ലാം പല പാർട്ടികളാണ്, 2 ഗ്രൂപ്പുകൾ, 2-3 വിഭാഗങ്ങളാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന ഇത്രയും വലിയൊരു അപകടം ഈ പെന്തക്കോസ്റ്റൽ സഭകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നിന്ന് എന്താണ് പ്രസംഗിക്കുന്നത്? പ്രിയമുള്ളവരെ, പവർ അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് എന്നൊരു ആപ്തവാക്യമുണ്ട്. ഇത് ഈ പവർ എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ ആ രസം ലഹരി അകത്ത് കയറിയ പിന്നെ അത് വിട്ടുകൊടുക്കത്തില്ല. അടുത്തൊരു തലമുറയെ എഴുന്നേൽപ്പിക്കത്തില്ല. അവർ ചാകുന്നവരെ ആ സിംഹാസനത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. ഇത് സങ്കടകരമായ കാര്യം. അടുത്തൊരു തലമുറക്ക് അവരെ അതിലേക്ക് പ്രൊമോട്ട് ചെയ്ത് അവരെ വളർത്തുന്നതായ ഒരു ആത്മീയ ദർശനവും ഇല്ല. അവരവരുടെ സ്ഥാനം സിംഹാസനം ഉറപ്പിക്കുക, അതിന് പറ്റുന്ന അണികളെ നിരക്കുക, അവർക്ക് ഏറ്റവും നല്ല ചർച്ചുകൾ കൊടുക്കും, മിഡിൽ ഈസ്റ്റിലേക്കും അമേരിക്കയിലേക്കും UK അവരെ പറഞ്ഞു വിടും. അങ്ങനെ അണിയെ നിരത്തി വെക്കും. അല്ലാത്തവർക്ക് ഒന്നും പട്ടിക്കാടാണ്. അവർ ദുരിതം അനുഭവിച്ചോ ജീവിക്കണം. ഇതിപ്പം എപ്പിസ്കോപ്പൽ ചർച്ചസിലും ഉണ്ട്. ഞങ്ങൾ അച്ഛനായിരുന്ന സമയത്ത് അത്രയും ഭീകരമല്ല, കുറച്ചുകൂടെ അവർക്ക്. ഞാൻ തുറന്നു പറയാം, ഞാൻ പെന്തക്കോസ്ത് ഗോളത്തിൽ 17 വർഷമായിട്ട് ആയിരക്കണക്കിന് സഭകളിൽ ഞാൻ പോയി കഴിഞ്ഞു. എനിക്കൊന്നു പറയാൻ, ഇത്രമാത്രം ദൈവഭയമില്ലാത്തൊരു സമൂഹം വേറെ ഒരിടത്തുമില്ല. ഇതിലും മെച്ചമാണ് എപ്പിസ്കോപ്പൽ ചർച്ചുകൾ. അവർക്ക് ദൈവത്തെയെങ്കിലും പേടിയുണ്ട്. അവർക്ക് പാപത്തിന് അവർക്ക് പരിമിതികളുണ്ട്. അതിര് വിട്ടുന്ന അവർ പോകത്തില്ല. നാളെ സകല വൃത്തികേട് നടക്കുന്നതായ പറയാൻ സങ്കടമുണ്ട്. ഒരു ഗോളമായി പെന്തക്കോസ്തിന് അതപ്പതിച്ചിരിക്കാൻ, ഒരു ആഴമേറെ ഉണർവിലേക്ക് ഒരു കൂട്ടം ജനം കരയാൻ തുടങ്ങണം. സഭയുടെ ഇന്നത്തെ തകർച്ച കണ്ടിട്ട് ആത്മതപനത്തോട് ഒരു നിനവയിലേക്ക് ഒരു യോനെ വിട്ടപ്പോൾ കരഞ്ഞതുപോലെ രട്ടിലും വെണ്ണീറും മനുഷ്യൻ മാത്രം മൃഗങ്ങൾ കൂടെ പട്ടിണിയിരുന്ന് ഉപവസിച്ച് ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി കരയേണ്ടതുപോലെ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുമെന്ന് വചനം പറയുന്നത്. അത് സംഭവിക്കാൻ സമയമായി. അപ്പോൾ എന്താണ് അവരോട് ഒരു സന്ദേശം അച്ഛന് പറയാനുള്ള അവസാനമായിട്ട്? എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, വചനത്തിലേക്ക് മടങ്ങുക.
ഉണർവിന് വേണ്ടി കാംക്ഷിക്കുക, വിശുദ്ധിയിലേക്ക് മടങ്ങി വാ. എൻ്റെ അപ്പൻ കരുണയുള്ളവനാ, മഹാദയാലുവ, ദീർഘമായി ക്ഷമിക്കുന്നവനാ. അവൻ്റെ പാദപീഠത്ത് പോയി വീണ് കരഞ്ഞ് ആത്മധവനത്തോട് കണ്ണുനീരോട് അവരെ എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ പാപങ്ങളെയും ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് പറഞ്ഞതുപോലെ ഒരു ആഴമേറിയ മാനസാന്തത്തിലേക്ക് ഈ ചടങ്ങുകളും ഈ പരിപാടികളൊക്കെ മാറ്റി എല്ലാം ഇന്ന് ഈ പ്രാവശ്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാം ഒരു ചടങ്ങ്. 21 ദിവസം ഉപവാസം, 21 ദിവസന്മാരെ അവിടെ നിന്ന് ഇവിടുന്ന് വിളിക്കുന്നു, കുറേ പ്രഹസനങ്ങൾ. ഒരു മാനസാന്തരമില്ല, ഒരു രൂപാന്തരമില്ല, ആരും പുതിയ വിശ്വാസത്തിൽ വരുന്നുമില്ല. കോടികൾ ചെലവാക്കി കൺവെൻഷൻ നടത്തുന്നുണ്ട്, വെറും പ്രഹസനം, ശക്തി പ്രകടനമാണ്. ഞങ്ങളുടെ പന്തല വലുത്, ഞങ്ങളുടെ കോറ വലുത്, ഞങ്ങളുടെ ഊണ നല്ലത് എന്ന് കാണിക്കുന്നതായ പബ്ലിക് എൻ്റർടൈൻമെൻറ്റ് സങ്കടകരമായ അവസ്ഥയാണ്. ഒരു നിലവിളിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ വില കൊടുത്ത് ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് അവർ എന്തുമാത്രം കഷ്ടം സഹിച്ച് പെന്തിക്കോസിലേക്ക് നമ്മുടെ പിതാക്കന്മാരും മാതാക്കന്മാരും വന്നത്. ഉന്നതമായ കുലത്തിൽ നിന്ന് വന്ന അനേക കുടുംബത്തിലെ പ്രിയ പിതാക്കന്മാരും മാതാക്കന്മാരും അവർ ഈ പ്രസ്ഥാനത്തിന് വില കൊടുത്താണ് ഇത് പണിതത്. ഇന്ന് എവിടെയാ വിശുദ്ധന്മാർ, എവിടെയാ പ്രാർത്ഥിക്കുന്നവർ, എവിടെയാ ദൈവമുഖം അന്വേഷിക്കുന്നവർ? സങ്കടമുണ്ട്. ഒരാഴമേറെ അനുതാപത്തിലേക്ക് പെന്തിക്കോസ് വരണം, ഇല്ലെങ്കിൽ തമ്പുരാൻ കീറിക്കളയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അച്ഛനോട് ഇത്രയും സമയം സംസാരിക്കാനും വിവിധ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കേണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.